നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള UDF സ്ഥാനാർത്ഥി നിർണയത്തിനായി എറണാകുളത്ത് കോൺഗ്രസിന്റെ നിർണായക യോഗം തുടരുകയാണ്. PV അൻവറിന്റെ മുന്നണി പ്രവേശനം ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും. PV അൻവർ അവസരം മുതലെടുക്കുകയാണ് എന്ന വിമർശനവും ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയാക്കുന്നതിൽ PV അൻവർ ഇടഞ്ഞു നിൽക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മത്സരിക്കാനും തയ്യാർ എന്ന നിലപാടിലാണ് അൻവർ ഉള്ളത്. സാഹചര്യങ്ങൾ വിലയിരുത്താൻ തൃണമൂൽ കോൺഗ്രസിന്റെ യോഗം വൈകിട്ട് ചേരും. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എതിർപ്പുമായി അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഇപ്പോഴിങ്ങനെ PV അൻവർ കടുത്ത നിലപാടെടുത്ത് നിൽക്കുന്ന സാഹചര്യം, UDF നേതൃത്വത്തിന് ചില മുന്നറിയിപ്പുകൾ നൽകുന്ന പശ്ചാത്തലം, അതിനിടയിൽ UDF അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു വെട്ടിലായ നിലയിലേക്ക് UDF നേതൃത്വം പോകുന്നുണ്ടോ, അതോ ഈ വിലപേശൽ തന്ത്രത്തിന് വഴങ്ങിക്കൊടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് UDF നേതൃത്വം പോകാനുള്ള സാധ്യതയുമുണ്ടോ? വിപിൻ. റിജിത്ത്, ഇന്ന് രാവിലെയുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല ഇപ്പോൾ നിലമ്പൂരിലുള്ളത്. കാരണം ഇന്ന് രാവിലെ അത് ആര്യാടൻ ഷൗക്കത്ത് തന്നെ ആയിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കായിരുന്നു ചർച്ചകളെല്ലാം ഉണ്ടായിരുന്നത്. കാരണം അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് കൊച്ചിയിൽ ചേരുന്ന യോഗത്തിന് ശേഷം അത് ഹൈക്കമാൻഡ് ഒരു ഉച്ചയോടുകൂടി തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു നിലയിൽ നിന്ന് ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ആ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിക്കുന്നത്. പക്ഷേ ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അവ്യക്തത നിലനിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ്. കാരണം ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് അക്കാര്യത്തിൽ മുൻതൂക്കം എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് PV അൻവറിൻ്റെ ഒരു നിലപാട് കടുപ്പിക്കൽ കൂടിയാണ്. കാരണം ആ നിലപാട് എടുക്കുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ അവരുടെ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി അവസാന നിർണായക ഘട്ടത്തിൽ PV അൻവർ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ UDF നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം അതിന് വഴങ്ങും, അല്ലെങ്കിൽ എത്രത്തോളം വാക്കുകൾ ഗൗരവത്തോടെ എടുക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആയിരിക്കും ഒരു വ്യക്തത വരികയുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ളതൊക്കെ അത് ഒരു ഇപ്പോഴത്തെ ഒരു വർത്തമാനത്തിനപ്പുറം എത്രത്തോളം അതിൽ ഒരു കാര്യമുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുമോ UDFനും LDFനും എതിരെ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുമുണ്ട്. അത് PV അൻവറിൻ്റെ വിഷയം അതുപോലെ തന്നെ കത്തി നിൽക്കുമ്പോഴാണ് അന്തരിച്ച DCC പ്രസിഡന്റൊക്കെ ആയിരുന്ന VV പ്രകാശിൻ്റെ മകൾ നന്ദന പ്രകാശ് വളരെ വൈകാരികമായ ഒരു കുറിപ്പിട്ടിരിക്കുന്നത്. അത് ആര്യാടൻ ഷൗക്കത്തുമായുള്ള ഒരു എതിർപ്പിൻ്റെ ഫലമായിട്ടുള്ള ഒരു കുറിപ്പ് എന്നുള്ളതാണ്. കാരണം അച്ഛൻ്റെ മരണം എല്ലാ കാലത്തും അത് ഓർമ്മിക്കപ്പെടും എന്നുള്ള രീതിക്കായിരുന്നു നിലമ്പൂരുകാരുടെ മനസ്സിൽ എല്ലാ കാലത്തും ആ പച്ചപിടിച്ച ഓർമ്മകൾ ഉണ്ടായിരിക്കും, അത് എരിഞ്ഞ് തന്നെ നിൽക്കും എന്നുള്ളതായ ആ കുറിപ്പിൻ്റെ ഒരു സാരമുള്ളത്. ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ 2021 മത്സരത്തിൽ VV പ്രകാശിനെ അന്ന് സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതൊക്കെ അന്ന് തന്നെ വലിയ രീതിയിലുള്ള വർത്തമാനങ്ങൾക്കും സംസാരങ്ങൾക്കൊക്കെ ഇടയാക്കിയ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള ആ തീരുമാനത്തിൻ്റെ തൊട്ട് മുൻപ് ഇത്തരത്തിലൊരു കുറിപ്പ് വന്നിരിക്കുന്നു. അത് വലിയ രീതിയിലുള്ള ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി UDFന്റെ സ്ഥാനാർത്ഥി വന്നാൽ അത് അനുകൂലമായാലും പ്രതികൂലമായാലും പിന്നീട് അതൊരു രാഷ്ട്രീയ ചലനമാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. PV അൻവർ എന്ത് നിലപാടാ പിന്നീട് എടുക്കുമെന്നൊക്കെ സംബന്ധിച്ചും ഇനിയുള്ള ദിവസങ്ങൾ വളരെ ചൂടുപിടിക്കുമെന്നുള്ളതും തർക്കമില്ലാത്ത കാര്യമാണ് അറിയിച്ചത്. മുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിൽ UDF നേതൃത്വം ഒരു വ്യക്തത വരുത്താത്ത പശ്ചാത്തലത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രം PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അത് UDF ക്യാമ്പിൽ എത്രത്തോളം ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. കോൺഗ്രസിന്റെ നിർണായകമായ നേതൃയോഗം ഇന്ന് ചേരുന്നുണ്ട്. വിപിൻ സി വിജയൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.